ഒരു ഹജ്ജ് സമ്പൂർണമായിട്ടും ഒരു ഉംറ സമ്പൂർണമായിട്ടും ചെയ്ത പുണ്യം. സുബഹി നിസ്കരിച്ച ശേഷം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, വേഗം സ്ഥലം മാറിയിട്ട് അങ്ങോട്ടും കൊടുക്കേണ്ടിയിരിക്കില്ല ചെയ്യുക. ചോര എവിടെയാണ് കിട്ടിയത് ചാരാനെന്ന് വെച്ചാൽ അവിടെ പോയിട്ടാണ്ടിരിക്കുക. സാധാരണ ഇരിക്കണോലും കൂടി ചെയ്യുക, ഓതാ ഇരിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ആണെങ്കിലൊക്കെ. നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറാതെ ആ നിസ്കരിച്ച സ്ഥലത്ത്, സുബഹി നിസ്കരിച്ച സ്ഥലത്ത്, അത് വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, എവിടെയാണ് നിസ്കരിച്ചാൽ അവിടെ, താൻ സുബഹി നമസ്കരിച്ച അതേ സ്ഥലത്ത് സൂര്യോദയം വരെ ദിക്റുകളിലും വിറുതുകളിലുമായിട്ട് ഇരിക്കുക. സൂര്യോദയം വരെ അങ്ങനെ ഇരുന്നാൽ ഒരു ഹജ്ജ് സമ്പൂർണമായിട്ടും ഒരു ഉംറ സമ്പൂർണമായിട്ടും ചെയ്ത പുണ്യം. നബിയുടെ ഹദീസിൽ പ്രത്യേകം പറയുന്നത് ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തൈനി 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 എന്നാ 3 പ്രാവശ്യം ആവർത്തിച്ചാണ് നബി തങ്ങൾ പറയുന്നത്. ഒരു ഹജ്ജും ഒരു ഉംറയും സമ്പൂർണമായി ചെയ്ത പുണ്യം, ഒരു ഹജ്ജും ഒരു ഉംറയും സമ്പൂർണമായി ചെയ്ത പുണ്യം തന്നെ ഉണ്ട്, ഒട്ടും കുറയാതെ എന്നാണ്. ഹജ്ജും ഉംറയും സമ്പൂർണമായി ചെയ്ത പുണ്യം എന്നാണ്.